ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് സ്റ്റിക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിന്നത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനതാ ഇതുപോലെ നല്ല നീളനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് തന്നെ 4 പീസ് ഒക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അരികൊന്നും കളയണമെന്നില്ല. ഇതുപോലെ നമുക്ക് ഒരുപാട് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ നമ്മുടെ ബ്രെഡുകളെയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിനായിട്ട് നമ്മൾ ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു 2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ മുട്ടയുടെയൊക്കെ ആ പേസ്റ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ആ മുട്ടയുടെ മിക്സർ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മൾ എല്ലാ പൊരിക്കടികളിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മളിതിൻ്റെ 4 സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കരിഞ്ഞു പോവും. ബ്രെഡ് ക്രംസ് ആണ്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അകവും പുറവും നന്നായിട്ടൊന്ന് മൊരിയിച്ച് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്റ്റിക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ, നമ്മുടെ ചാനൽ ഇഷ്ടമായവർ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.